മോർണിംഗ് ഗൈസ്. ഇന്ന് രാവിലെ എണീറ്റു. രാവിലെ ഒരു 8 മണിയായിട്ടു എണീക്കാൻ. വെരി ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ സ്ലീപ്പ്. തണുപ്പുണ്ടായിരുന്നു. ഫുഡൊക്കെ വാസ് ഓൺലി ആവറേജ്. ഫുഡ് ആവറേജ് ആയിരുന്നു. ബാക്കിയൊക്കെ വാസ് ഗുഡ്. ദി ആംബിയൻസ്, ദ പ്ലേസ്, the serenity, the silence, the calmness that you get, no, it's all nice. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ നിൽക്കുന്നത് ഇറ്റ്സ് എ pretty huge villa. Like number just 2 families. For us it is too big. But when you're coming with your near and your friends or 3 families and all, വന്നാൽ നല്ല സുഖം. മക്കളൊക്കെ ഉണ്ടെങ്കിൽ പൂളിലൊക്കെ പോവാം. They have a small mini garden area ഒക്കെ. എന്തായാലും ഇന്നത്തെ സ്റ്റേ അടിപൊളിയായി. നമ്മളിനി വി ഹാവ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിച്ചിട്ട് വിൽ ബി പുഷിങ് ഓഫ് ടു കുറച്ച് സ്ഥലങ്ങൾ കാണാൻ. ഗോൾഡൻ ടെമ്പിൾ ഉണ്ട് ആ ഒരു ഹിസ്റ്ററി, ആ ഒരു ലിസ്റ്റിൽ. സോ വിൽ സി. ഗോൾഡൻ ടെമ്പിളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ പോയിട്ട് കുറേ കൊല്ലമായി. ഇറ്റ്സ് ബിൻ മേ ബി 7-8 years, മേ ബി മോർ ദൻ ദാറ്റ്. അപ്പം വെറുതെ നമ്മൾ യൂഷ്വലി പണ്ടൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പം നാട്ടിൽ നിന്ന് ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ മടിക്കേരി അല്ലെങ്കിൽ നമ്മുടെ മൂകാംബിക, അത് തന്നെയായിരുന്നു ഒരു സമയത്ത്. നൗ ഇറ്റ്സ് ബിൻ എ ലോങ് ഗ്യാപ്പ്. നമ്മൾ പണ്ടൊക്കെ ഫാമിലി ആയിട്ടൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം പോകുന്നതുകൊണ്ട് നമ്മൾ അന്ന് കണ്ട മടിക്കേരി തന്നെയാണോ എന്നുള്ളത് ലെറ്റ്സ് സീ. സോ വിൽ സീ യു സൂൺ. ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ എത്തിപ്പോയി നമ്മളുടെ സ്വന്തം ഗോൾഡൻ ടെമ്പിൾ. ഇവിടെ ഉണ്ടല്ലോ നല്ലോണം മാറിയിട്ടുണ്ട്. ഞാനൊരു 5-6 കൊല്ലം മുന്നേ തോന്നുന്നു ലാസ്റ്റ് പോയിട്ടുണ്ടാവാം. ആ ടൈമിലൊക്കെ പോകുമ്പോൾ നല്ലൊരു പീസ്ഫുള്ളും ഒരു കാമും. അവർ ചെയ്യുമ്പം പൂജാ സമയത്തൊന്നും നമുക്കുള്ളിൽ കയറാൻ പറ്റില്ല, ആ ഒരു ടൈപ്പായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം പോയപ്പം നമ്മൾ ഈ ടൂറിസ്റ്റൊക്കെ കൂടിയിട്ട് അത് ഒരുമാതിരി ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് അവരുടെ ഒരു സാനിറ്റി ഉണ്ടല്ലോ, അവരുടെ ആ ഒരു പ്യൂരിറ്റി, അത് നമ്മൾ നശിപ്പിക്കുന്നുണ്ടോ എന്നൊരു ഫീൽ എനിക്ക് ഇപ്രാവശ്യം പോയപ്പോൾ ഫീൽ ചെയ്തു കേട്ടോ. ഫുൾ ബഹളം, ഒച്ചപ്പാടും, ആൾക്കാർ സംസാരിക്കും. അവരത്ര കാമായൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒരു സുഖം ഉണ്ടായിട്ടില്ല. മേ ബി സൺഡേ ആയതുകൊണ്ടാവാം കേട്ടോ. ഇത് നമ്മൾ അവരുടെ പുറത്തുള്ള ഒരു കുട്ടി കുട്ടി സ്റ്റോൾസ് ഉണ്ട്. അവിടുന്ന് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് പോയത് രാജാസ് ടോംബിലോട്ടേക്കാണ്. രാജാസ് ടോം നമ്മൾ ആദ്യമായിട്ടാട്ടോ വിസിറ്റ് ചെയ്യുന്നത്. ഇത്രയും കാലമായിട്ട് നമ്മൾ മടിക്കേരിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിലോട്ടേക്ക്, ഈ ഒരു ലൊക്കേഷനിലോട്ടേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിട്ടില്ല. ദിസ് ഈസ് ബേസിക്കലി 3 രാജാക്കന്മാരെ സമാധിച്ച സ്ഥലമാണ്. മീൻസ് ബറി ചെയ്ത ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു ടോംബ്, രാജാസ് ടോംബ് എന്ന പേര്. രാജാവിൻ്റെ ഭാര്യേനെ ഒരു ടോംബിൻ്റെ ഉള്ളിൽ, പിന്നെ അവരുടെ 2 ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. നമ്മൾ ടിപ്പു സുൽത്താൻ കൊന്ന ആൾക്കാരാണെന്ന് പറയാം. ഒരു 1870s 1820s ആയിട്ടാണ്. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ അവരുടെ ഒരു സ്റ്റോറി ലൈൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇഫ് എനിബഡി ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് പ്ലീസ് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഇത് എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? വെറുതെ ഇങ്ങനെ ഒരു കാണാനുള്ളൊരു ഇതായിട്ട് ഗൂഗിൾ പറഞ്ഞത് കൊണ്ട് ഫുള്ള് പുല്ല് കയറി കിടക്കുന്ന വളരെ മനോഹരമായ മൈതാനം. വെറുതെ നടന്ന് ക്ഷീണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നോ, പാർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. നമ്മൾ ചോട്ടമാടത്തിന് പാർക്കൊന്നുമില്ല. ഇവിടെ ഒരു പശുവുണ്ട്. ഈ പശു എന്തിൻ്റെ പശുവാ? ഗോഡ്നസ്. ദിസ് ഇസ് ദ ടോംബ്. അവർ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ദ ടൈം ഇസ് അറൗണ്ട് 1:32 ഒക്കെ ആയി. പക്ഷേ എങ്കിൽ നോ വെയിൽ, നൈസ് ക്ലൈമറ്റ്, നൈസ്. ബേസിക്കലി 1820 ദ റോയൽ ടോംസ്. 4 പേരുണ്ട്, ഹസ്ബൻഡ് വൈഫും. ഇതിലൊരു കിങ് ഉണ്ട്, അപ്പുറത്ത് ഇവിടെ ഒരു കിങ് ഉണ്ട്. ഇവരൊക്കെ ടിപ്പു സുൽത്താൻ കൊന്ന ആൾക്കാരാണ്. ദേ ആർ വർഷിപ്പേഴ്സ് ഓഫ് ശിവ.
So they are watched over by the bull Nandi. That too 1820 letter. That old it is. Nice. And ഇത് ഓപ്പൺ ആണ്. Where the wife and husband is. Beautiful നമ്മുടെ ടൗണ്. കൂർഗ് ടൗൺ. ഒന്നും അവിടെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ രാജാസ് ടോംബ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്തത് മണ്ടൽപട്ടി. അത് നമ്മൾ മിക്കവരും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ കൂർഗത്തത്. ഫുൾ ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ഒക്കെ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഓബ്വിയസ്ലി ഫോർ ഷുവർ ആയിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ്. ഒരു ഹൈറ്റ് വരെ നമുക്ക് നമ്മുടെ കാർ എടുത്തിട്ട് പോവാം. പിന്നെ ദേ വിൽ ഹാവ് ദെയർ 4-wheel ഡ്രൈവ്സ്. ആ വഴിയിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ടച്ച് മീ നോട്ട് പ്ലാന്റില്ലേ തൊട്ടാവാടി, അത് കണ്ടിട്ട് ഞാൻ യാരേനെ കാണിക്കാൻ വേണ്ടി ഐ വാസ് വെരി മച്ച് ഫാസിനേറ്റഡ്. ഇത് അവളുടെ എന്തോ ഒരു ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ലൈക്ക് ഷീ ഡിഡ് നോ ലൈക്ക് ഇതെന്താ അടയുന്നത്, ഇതെന്താ തുറക്കുന്ന, ആ ഒരു ടൈപ്പായിരുന്നു. പിന്നെ നമ്മളുടെ ലൊക്കേഷനിലോട്ടേക്ക് എത്തി. എന്തൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ എത്തിയ ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് പൊളി ടൈമായിരുന്നു. ഒന്നെന്ന് വെച്ചാൽ വെയിലില്ല, നല്ലൊരു തണുത്ത കാറ്റും, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു സ്റ്റേജ് വരെ കേട്ടോ നമുക്ക് നമ്മളുടെ പേഴ്സണൽ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് അവരുടെ വണ്ടി എടുക്കാൻ വി ഡിഡ്ന്റ് ഗോ ഫോർ ദാറ്റ്. നമ്മൾ അതേ ഇതിൽ തന്നെ ഇറങ്ങി വന്നു. അങ്ങനെ നമ്മളുടെ കൂർഗത്തെ പരിപാടികളൊക്കെ ഇവിടെ തീർന്നു. 2 days സ്റ്റേ ആയിരുന്നു. അമ്മയുടെ അച്ഛയുടെ വെഡിങ് ആനിവേഴ്സറിയും നമ്മളുടെ എല്ലാ ഫാമിലി ആയിട്ടുള്ളൊരു ഗെറ്റ് ടുഗദറും ഒക്കെ കൂടി നമ്മൾ ഒരു അടിപൊളി സ്റ്റേക്കേഷൻ അറ്റ് കൂർഗ് ഇസ് കം ടു ആൻ എൻഡ്. ഹോപ്പ് യു ഓൾ ലൈക്ഡ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Adios amigos. Bye bye.